ക്രിക്കറ്റ് ടീമിൻ്റെ WTC സൈക്കിൾ എന്തായാലും ആരംഭിക്കാൻ പോവുകയാണ്. ഫസ്റ്റ് സീരീസ് ആരംഭിക്കുന്നത് ഇംഗ്ലണ്ടിൽ നിന്നാണ്. ഏറ്റവും ടഫായിട്ടുള്ള ഒരു സീരീസ് തന്നെ പറഞ്ഞിട്ടിരിക്കുന്നു. ഇംഗ്ലണ്ട്, സൗത്ത് ആഫ്രിക്ക, ഓസ്ട്രേലിയ ഇതൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം വളരെ ടഫായിട്ടുള്ളൊരു സീരീസാണ്. അവിടെയൊക്കെ പോയൊരു മത്സരം ജയിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ടഫ് എന്ന് തന്നെ പറഞ്ഞിട്ടിരിക്കുന്നു. പ്രത്യേകിച്ച് രോഹിത് ശർമ്മയില്ല, വിരാട് കോഹ്ലി ഇല്ല, അശ്വിനില്ല. പിൻഗാമിയായിട്ട് അവർ കണ്ടെത്തിയിരിക്കുന്നത് ശുഭ്മാൻ ഗില്ലിനെയാണ്. വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ നമുക്കറിയാം നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു പ്ലെയറാണ് ഗില്ല്. എന്നാൽ ടെസ്റ്റ് ക്രിക്കറ്റിലോട്ട് വരുമ്പോഴത്തേന് ആ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാറില്ലെന്ന് തന്നെ പറഞ്ഞിട്ടിരിക്കുന്നു. പ്രത്യേകിച്ച് സേന കൺട്രിയിൽ ശുഭ്മാൻ ഗില്ലിൻ്റെ ആവറേജ് പരിശോധിക്കുമ്പോഴേ കേവലം 27 റൺസിൻ്റെ ആവറേജ് മാത്രമേ ഉള്ളൂ ശുഭ്മാൻ ഗില്ലിന്. 2 ഹാഫ് സെഞ്ചുറി മാത്രമേ സേന കൺട്രിയിൽ ശുഭ്മാൻ ഗില്ല് ഇതുവരെ നേടിയിട്ടുള്ളൂ. സോ ഇംഗ്ലണ്ട് സീരീസ് ശുഭ്മാൻ ഗില്ലിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ബാറ്റ് കൊണ്ട് ഒരു പെർഫോമൻസ് കാഴ്ചവെക്കേണ്ടതായിട്ടുണ്ട് ശുഭ്മാൻ ഗില്ല്. നമുക്കറിയാം ശുഭ്മാൻ ഗില്ലിൻ്റെ ക്യാപ്റ്റൻസി 2020 നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ശുഭ്മാൻ ഗില്ലിന്, പ്രത്യേകിച്ച് IPL. സോ അതൊക്കെയാണ് BCC നോക്കി കണ്ടതെന്ന് തോന്നുന്നു. എന്നാൽ ബാറ്റിങ്ങിൽ അല്പം കൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, പ്രത്യേകിച്ച് സേന കൺട്രിയിൽ. ആ ഒരു പെർഫോമൻസ് എന്തായാലും ശുഭ്മാൻ ഗില്ലിന് ഈ പ്രാവശ്യം കാഴ്ചവെക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യ ഇംഗ്ലണ്ട് തമ്മിലുള്ള മത്സരം പരിശോധിക്കുമ്പോൾ ഇവിടെ അഡ്വാൻറ്റേജ് പരിശോധിക്കുമ്പോൾ ഞാൻ പറയും ഇംഗ്ലണ്ടിന് തന്നെയാണ് അഡ്വാൻറ്റേജ് കൂടുതലെന്ന് പറഞ്ഞിരിക്കുന്നത്. സോ ഇംഗ്ലണ്ട് ടീം അവരുടെ ഹോമിൽ കാഴ്ചവെച്ച ഒരു പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിൽ 11 സീരീസ് അവർ കളിച്ചു, അതിൽ 8 സീരീസ് അവർ ജയിച്ചു, 2 ഡ്രോ ആയി, ഒരു മത്സരം അവർ പരാജയപ്പെട്ടു. ന്യൂസിലാൻഡുമായിട്ട് അവർ പരാജയപ്പെട്ടു. നോക്കുവാണെങ്കിൽ 8 സീരീസ് അവർ ജയിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. ബെൻ സ്റ്റോക്കിൻ്റെ നേതൃത്വത്തിൽ അവർ സൂപ്പർ ക്രിക്കറ്റ് കളിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു, പ്രത്യേകിച്ച് ടെസ്റ്റ് ക്രിക്കറ്റ്. സോ ഇന്ത്യയുടെ പെർഫോമൻസ് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ സേന കൺട്രിയിലെ പെർഫോമൻസ് ഒന്ന് പരിശോധിക്കാം നമുക്ക്. 21 മത്സരം ഇന്ത്യ കളിച്ചിട്ടുണ്ട്, അതിൽ 7 കളിയാണ് ഇന്ത്യ ജയിച്ചത്, 13 കളി ഇന്ത്യ പരാജയപ്പെട്ടു, ഒരു കളി ഡ്രോ ആയിട്ടുണ്ട്. 2020 മുതൽ 2025 വരെയുള്ള പെർഫോമൻസാണ്. 7 വിന്നുണ്ട്, എന്നാൽ 13 കളി ഇന്ത്യ പരാജയപ്പെട്ടിട്ടുണ്ട്. നോക്കുവാണെങ്കിൽ സേന കൺട്രിയിൽ ഇന്ത്യയുടെ പെർഫോമൻസ് വിരാട് കോഹ്ലിയുടെ ക്യാപ്റ്റൻസിയിൽ ഓക്കെ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നമ്മൾ ഓസ്ട്രേലിയ പോയി പരാജയപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ സീസണിൽ ഇംഗ്ലണ്ടിൽ വന്നിട്ട് ഡ്രോ ആക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. സോ വിരാട് കോഹ്ലിയുടെ നേതൃത്വത്തിൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ടെന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. വിരാട് കോഹ്ലി ഇല്ലാത്ത ഒരു ടീമിനെ ശുഭ്മാൻ ഗില്ലിന് എങ്ങനെ നയിക്കാൻ കഴിയും? WTC സൈക്കിൾ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചുള്ള നിർണായകം എന്ന് പറഞ്ഞിരിക്കുന്നു. 2025 WTC ഫൈനൽ നമുക്ക് കളിക്കാൻ കഴിഞ്ഞില്ല. സോ 2027 WTC ഫൈനലിൽ കളിക്കണമെങ്കിൽ ഈ 5 സീരീസ് നിർണായകം തന്നെയാണ് ശുഭ്മാൻ ഗില്ലിനെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം. സോ നമുക്കറിയാവുന്ന പോലെ ഇംഗ്ലണ്ട്, സൗത്ത് ആഫ്രിക്ക, ഓസ്ട്രേലിയ ഇങ്ങനെയുള്ള കണ്ടീഷനിൽ നമുക്ക് ജയിക്കണമെങ്കിൽ ഫസ്റ്റ് ബാറ്റ് ചെയ്യുന്ന ടീം എങ്ങനെ പോയാലും ഒരു 300 റൺസ് കണ്ടെത്തണം. ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ചലഞ്ചിങ് തന്നെ ആയിരിക്കും, അതൊരു വെല്ലുവിളി തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് ന്യൂ ബോൾ എങ്ങനെയാണ് ഇന്ത്യയുടെ ബാറ്റർമാർ കളിക്കുന്നത്. സൈഡ് വേസ് മൂവ്മെൻറ്റ് കിട്ടുന്ന ഒരു പിച്ച്, അൺഈവൻ ബൗൺസ് വരുന്ന ഒരു പിച്ച്. സോ ഇന്ത്യയുടെ ബാറ്റർമാർ എങ്ങനെയായിരിക്കും ന്യൂ ബോളിനെ കളിക്കുക എന്ന് ആശ്രയിച്ചിരിക്കും ഇന്ത്യയുടെ വിജയം. പ്രത്യേകിച്ച് ഓഫ് സ്റ്റമ്പ്, അതായത് 4th സ്റ്റമ്പ് 5th സ്റ്റമ്പിൽ വരുന്ന ബോൾ എത്രമാത്രം ലീവ് ചെയ്യാൻ കഴിയും, എങ്ങനെ ബൗൺസിനെ ഹാൻഡിൽ ചെയ്യാൻ കഴിയും, അതനുസരിച്ചായിരിക്കും ഇന്ത്യയുടെ റിസൾട്ട് വരുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കിക്കാണുന്ന 2 ബാറ്റർമാരാണ് എക്സ്പീരിയൻസ് ആയിട്ടുള്ളത്, പ്രത്യേകിച്ച് KL രാഹുലും ഋഷഭ് പന്തും. KL രാഹുലിന് ഇംഗ്ലണ്ട് സാഹചര്യത്തിൽ കളിച്ചുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. എന്നാൽ KL രാഹുലിൻ്റെ ഒരു പ്രശ്നം എന്തുവാണെന്ന് അറിയാമോ? ഇല്ലേ, നമ്മുടെ ഷെയർ മാർക്കറ്റ് പോലെ ഗ്രാഫ് ഇങ്ങനെ മേലോട്ട് പോകും, താന്നു വരും. ആദ്യത്തെ 2 മത്സരം നോക്കുകയാണെങ്കിൽ KL രാഹുൽ മനോഹരമായിട്ട് കളിക്കും. അവസാന മത്സരത്തിൽ വരുമ്പോഴത്തേന് KL രാഹുൽ പെർഫോമൻസ് ചെയ്യത്തില്ല. നമ്മൾ ഓസ്ട്രേലിയയിലും കണ്ടു, ആദ്യത്തെ 2 മത്സരം പെർത്തിലായാലും അഡ്ലേഡിലായാലും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചു. പിന്നെ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ മെൽബണിലായാലും ഗാബയിലായാലും സിഡ്നിയിലായാലും ആ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല. സോ ആ ഒരു സാഹചര്യം മാറുവാണെങ്കിൽ KL രാഹുലിൻ്റെ പെർഫോമൻസ് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചോളം നിർണായകമായിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. സോ പ്രാക്ടീസ് മത്സരത്തിൽ ഇംഗ്ലണ്ട് ലയൺസിനെതിരെ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചു. ആദ്യത്തെ മത്സരത്തിൽ ഒരു 100 എടുത്തു, 2ാമത്തെ മത്സരത്തിൽ ഒരു ഹാഫ് സെഞ്ചുറി നേടി. സോ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഋഷഭ് പന്തിന് ഇംഗ്ലണ്ട് സാഹചര്യത്തിൽ കളിച്ചുള്ള ഒരു എക്സ്പീരിയൻസ്, ആ ഒരു എക്സ്പീരിയൻസ് ഇവിടെ കാഴ്ചവെക്കാൻ കഴിയുവാണെങ്കിൽ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഡ്വാൻറ്റേജ് ആണെന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെ ശുഭ്മാൻ ഗില്ല് കേവലം 3 ടെസ്റ്റ് മത്സരം മാത്രമേ ഇംഗ്ലണ്ടിൽ കളിച്ചിട്ടുള്ളൂ. ശുഭ്മാൻ ഗില്ല് അത്ര എക്സ്പീരിയൻസ് ഇല്ലെന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. KL രാഹുലിനെയും ഋഷഭ് പന്തിനെ അപേക്ഷിച്ച് 3 മത്സരത്തിൽ ഹയസ്റ്റ് സ്കോർ വന്നിട്ട് 27 റൺസാണ് ശുഭ്മാൻ ഗില്ലിൻ്റെ ഇംഗ്ലണ്ടിൽ. സോ ആ ഒരു സാഹചര്യം മാറണം. ശുഭ്മാൻ ഗില്ലിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കണം. ആസ് എ ക്യാപ്റ്റൻ എന്ന രീതിയിലും ആസ് എ ബാറ്റർ എന്ന രീതിയിലും ശുഭ്മാൻ ഗില്ലിൻ്റെ പെർഫോമൻസ് ഇന്ത്യൻ ടീമിന് അത്യാവശ്യം തന്നെയാണ്. ആ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ ശുഭ്മാൻ ഗില്ലിന് കഴിയുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ നോക്കുവാണെങ്കിൽ കരുൺ നായരാണ് ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചു വരുന്നു. നോക്കുവാണെങ്കിൽ പ്രാക്ടീസ് മത്സരത്തിൽ ഇംഗ്ലണ്ട് ലയൺസിനെതിരെ ഒരു 200 റൺസ് അടിക്കാൻ കരുൺ നായറിന് കഴിഞ്ഞിട്ടുണ്ട്. സോ ആ കരുൺ നായരുടെ ഒരു പെർഫോമൻസും ടീമിന് നിർണായകമായിരിക്കും. കരുൺ നായർ നമ്പർ 3 കളിക്കുമോ നമ്പർ 6 കളിക്കുമോ എന്നുള്ള കാര്യത്തിലാണ് സംശയം. സോ പറഞ്ഞു കേൾക്കുന്നത് കരുൺ നായർ നമ്പർ 6 കളിക്കാനാണ് ചാൻസ് കൂടുതലെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. പിന്നെ ജഷ്വാളിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഒരു പുതുമുഖമാണ്.
എന്നാൽ ആസ്ട്രേലിയയിൽ പോയി നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചു. ഇംഗ്ലണ്ട് ലയൺസിനെതിരെ നോക്കുവാണെങ്കിൽ 6 ഇന്നിങ്സിൽ നിന്ന് 2 ഹാഫ് സെഞ്ചുറി നേടാനേ കഴിഞ്ഞിട്ടുള്ളൂ. നോക്കുവാണെങ്കിൽ ഒരു 50-50 എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. സൈഡ് വേസ് മൂവ്മെൻറ്റ് കിട്ടുന്ന സിങ്ങും സീമും ബൗൺസും ഒക്കെ കിട്ടുന്ന ഒരു സാഹചര്യത്തിൽ യശ്വാളിൻ്റെ പെർഫോമൻസ് നിർണായകമായിരിക്കും ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ നമ്പർ 3 സായി സുദർശൻ കളിക്കുമോ അതോ അഭിനവ് ഈശ്വരൻ കളിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. അഭിനവ് ഈശ്വരൻ ഇംഗ്ലണ്ട് ലയൺസിനെതിരെ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചു. ഒരു ആവറേജ് പെർഫോമൻസ് എന്ന് പറയേണ്ടിയിരിക്കുന്നു, കാഴ്ചവെച്ചു. എന്നാൽ സായി സുദർശന് ഇംഗ്ലണ്ട് ലയൺസിനെതിരെ കളിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ത്യ എക്കെതിരെയാണ് മത്സരിച്ചത്. ഇവിടെ അറിയില്ല ശുഭ്മാൻ ഗില്ലും ഗൗതം ഗംഭീറും സായി സുദർശനിലോട്ട് പോകുമോ അതോ അഭിനവ് ഈശ്വറിലോട്ട് പോകുമോ എന്നുള്ള കാര്യത്തിൽ സംശയം. 2 പ്ലേയേഴ്സിനെ നോക്കുവാണെങ്കിൽ കുഴപ്പമില്ലെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അഭിനവ് ഈശ്വരൻ ഡൊമസ്റ്റിക് ക്രിക്കറ്റിലൊക്കെ നല്ല പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ്. സായി സുദർശൻ ആയാലും നല്ലൊരു പ്ലെയറാണ്, നല്ലൊരു ഫോമിൽ തന്നെയാണ് IPL ആയാലും നമ്മൾ നോക്കുമ്പോൾ. പിന്നെ ഉള്ളത് ഇന്ത്യയുടെ ഓൾറൗണ്ടർമാരാണ്. രവീന്ദ്ര ജഡേജയുടെ ഒരു പെർഫോമൻസ്, ഷാർദുൽ താക്കൂറിൻ്റെ ഒരു പെർഫോമൻസ്, നിതീഷ് കുമാർ റെഡ്ഡിയുടെ ഒരു പെർഫോമൻസും ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിരിക്കും. സോ ന്യൂ ബോൾ എങ്ങനെ ഇന്ത്യയുടെ ബാറ്റർമാർ കൈകാര്യം ചെയ്യുന്നതനുസരിച്ചായിരിക്കും ഇവിടെ ടെസ്റ്റിൻ്റെ റിസൾട്ട് വരുന്നത്. ചെറിയ ഒരു ക്യാമിയോ ഇന്നിങ്സ് എങ്കിലും കാഴ്ചവെക്കാൻ കഴിയുവാണെങ്കിൽ ചെറിയൊരു 40 റൺസിൻ്റെ പാർട്ണർഷിപ്പ്, ഒരു 30 റൺസിൻ്റെ പാർട്ണർഷിപ്പൊക്കെ കണ്ടെത്താൻ ഇവിടെ ഇന്ത്യയുടെ ബാറ്റർമാർക്ക് കഴിയുവാണെങ്കിൽ സോ ഇന്ത്യക്ക് അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. തുടക്കത്തിലെ വിക്കറ്റ് കൊണ്ട് വലിച്ചെറിയാതിരിക്കുക ഇന്ത്യയുടെ ബാറ്റർമാർ. സോ ഇന്ത്യയുടെ ബോളിംഗ് കമ്പയർ ചെയ്യുമെങ്കിൽ ഇംഗ്ലണ്ടിനെക്കാട്ട് സൂപ്പർ ബോളിംഗ് തന്നെ പറഞ്ഞിരിക്കുന്നു. ഒരു രക്ഷയില്ലാത്ത ബോളിംഗ് തന്നെയാണ്. നമുക്കറിയാം ബുംറ അവിടെ ഉണ്ട്. കഴിഞ്ഞ സീസണിലായാലും മനോഹരമായൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ ബുംറയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 23 വിക്കറ്റോളം ബുംറ കഴിഞ്ഞ സീസണിൽ ഇംഗ്ലണ്ടിന് നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് നടന്ന BGTയിലായാലും 33 വിക്കറ്റ് എടുക്കാൻ ബുംറയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയുവാണെങ്കിൽ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം നിർണായകം എന്ന് പറഞ്ഞിരിക്കുന്നു. എന്നാൽ ബുംറയെ സംബന്ധിച്ചിടത്തോളം 3 മത്സരങ്ങൾ മാത്രം കളിക്കുമെന്നാണ് ടീം പറയുന്നത്. അപ്പോൾ ആ ഒരു 3 മത്സരം ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിരിക്കും. ബുംറ കളിക്കാത്ത 2 മത്സരവും ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിരിക്കും എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. പിന്നെ സിറാജ് കൊടുക്കുന്ന ഒരു സപ്പോർട്ട്, പിന്നെ അർഷ്ദീപ് സിംഗ് ലെഫ്റ്റ് ഹാൻഡറാണ്, സീമും സിംഗും കിട്ടുന്ന ഒരു സാഹചര്യത്തിൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയും. പക്ഷേ പുള്ളിയുടെ സ്പീഡാണ് പ്രശ്നം. എത്ര സ്പെല്ല് എറിയാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അതുപോലെ തന്നെ പ്രസിദ്ധ് കൃഷ്ണ നോക്കുവാണെങ്കിൽ നല്ലൊരു ഫോമിൽ തന്നെയാണ്. IPL ആയാലും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചു, ആസ്ട്രേലിയയിലായാലും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചു. അതുപോലെ തന്നെ ആകാശ് ദീപ് ഉണ്ട്. സോ ബോളിംഗ് നോക്കുവാണെങ്കിൽ ഇംഗ്ലണ്ടിനെക്കാട്ടി ബെറ്റർ ബോളിംഗ് ലൈനപ്പ് തന്നെ പറഞ്ഞിട്ടിരിക്കുന്നു. പിന്നെ ഇന്ത്യയുടെ സ്പിൻ ബോളിംഗ് രവീന്ദ്ര ജഡേജ ഉണ്ട്, കുൽദീപ് ഉണ്ട്, സുന്ദറുണ്ട്. ഇവിടെ സ്പിന്നർമാരുടെ റോൾ എന്ന് പറഞ്ഞാൽ നിർണായകമായിരിക്കും. അത് കണ്ടീഷനെ അനുസരിച്ചായിരിക്കും. ഒരു ഓവർകാസ്റ്റ് കണ്ടീഷൻ ആണെങ്കിൽ ബോൾ ഇല്ല പാമ്പിനെ കൂട്ട് കിടന്ന് ഡാൻസ് കളിക്കും. നമുക്കറിയാം WTC ഫൈനലിൽ നമ്മൾ കണ്ടതാണ് ആ ഒരു പെർഫോമൻസ്. ഓവർകാസ്റ്റ് കണ്ടീഷനിൽ ബോൾ മനോഹരമായിട്ട് സീം ചെയ്തു. എന്നാൽ അവിടെ ഒരു വെയിൽ അടിച്ചപ്പോഴത്തേന് പിച്ചിൻ്റെ ഘടന ആകപ്പാടെ മാറിയെന്ന് പറഞ്ഞിരിക്കുന്നു. ഏതൻ ലൈനിന് ആ ഒരു കണ്ടീഷനെ യൂട്ടിലൈസ് ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നാൽ എനിക്ക് തോന്നുന്നു ഇവിടെ കുൽദീപ് യാദവ് ഒരു മെയിൻ റോൾ വഹിക്കാൻ കഴിയും. കുൽദീപ് യാദവിൻ്റെ 2 സൈഡിലോട്ട് ബോൾ തിരിക്കാൻ കഴിയും. പുള്ളിക്ക് ഗോളി എറിയാൻ കഴിയും, ലെഗ് സ്പിൻ എറിയാൻ കഴിയും, ഓഫ് സ്പിൻ എറിയാൻ കഴിയും. സോ കുൽദീപ് യാദവ് ഇവിടെ ഒരു നിർണായകമായ റോൾ വഹിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. കുൽദീപ് യാദവിനെ കളിപ്പിക്കുകയാണെങ്കിൽ ഷാർദുൽ താക്കൂറിനെ ആയാലും നിതീഷ് കുമാർ റെഡ്ഡിയും ടീമിലേക്ക് കൊണ്ടിടാം. ബാറ്റിങ്ങിൻ്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാൻ കഴിയും. പിന്നെ ഇംഗ്ലണ്ടിൻ്റെ ബാറ്റിംഗ് പരിശോധിക്കുകയാണെങ്കിൽ സൂപ്പർ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു രക്ഷയില്ലാത്ത ഒരു ബാറ്റിംഗ് ലൈനപ്പാണ്. നമുക്ക് ഇന്ത്യൻ ടീമുമായിട്ട് കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല. അതുപോലെ നല്ലൊരു സൂപ്പർ ബാറ്റിംഗ് ലൈനപ്പാണെന്ന് പറഞ്ഞിരിക്കുന്നു. ബെൻ ഡക്കറ്റ് ഫസ്റ്റ് ബോൾ മുതലേ അടിച്ച് കളിക്കും. ട്രോളി ഉണ്ട്, പിന്നെ ലോലിപോപ്പ് ഉണ്ട്. ലോകത്തിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ബാറ്റർ ജോസ് റൂട്ട് ഉണ്ട് അവരുടെ കൂട്ടത്തിൽ. പിന്നെ ഹാരി ബ്രോക്ക് ഉണ്ട്, അവരുടെ ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്ക് ഉണ്ട്. പിന്നെ നോക്കുവാണെങ്കിൽ നമ്പർ 6 സ്മിത്ത് ഉണ്ട്. പിന്നെ നോക്കുവാണെങ്കിൽ ഓൾറൗണ്ടർമാർ വോക്സിന് കളിക്കാൻ കഴിയും, ടങ്കിന് കളിക്കാൻ കഴിയും, അതുപോലെ തന്നെ ഓവർട്ടന് കളിക്കാൻ കഴിയും. 8-9 വരെ ബാറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു യൂണിറ്റാണ് ഇംഗ്ലണ്ടിൻ്റെ ബാറ്റിംഗ് ലൈനപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത്. സൂപ്പർ ബാറ്റിംഗ് ലൈനപ്പ്. ഇന്ത്യ ചെയ്യേണ്ടത് എങ്ങനെ പോയാലും ഇവരുടെ ടോപ്പ് 3 ബെൻ ഡക്കറ്റ്, ട്രോളി, അതുപോലെ തന്നെ ലോലിപോപ്പ് ഇവരുടെ വിക്കറ്റ് നേരത്തെ തന്നെ എടുക്കുക. ഒരു 90-ൽ 3 കൊണ്ടുവരാൻ കഴിയുവാണെങ്കിൽ ഇന്ത്യൻ ടീമിന് അവിടെ ചാൻസ് ഉണ്ടെന്ന് തന്നെ പറഞ്ഞിട്ടിരിക്കുന്നു. പിന്നെ ഇംഗ്ലണ്ടിൻ്റെ ബോളിംഗ് കൂടെ പരിശോധിക്കുമ്പോഴേ താരതമ്യേന മോശമെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു. ഇന്ത്യയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ബോളിംഗ് ലൈനപ്പേ അല്ല. പ്രത്യേകിച്ച് ജോ ഫാർച്ചർ കളിക്കുന്നില്ല ഫസ്റ്റ് കളിയിൽ, വുഡ് കളിക്കുന്നില്ല. ഒരു എക്സ്പീരിയൻസ് ബോളർ എന്ന് പറഞ്ഞാൽ ക്രിസ് വോക്സ് ആണ് കളിക്കുന്നത്. അതുപോലെ തന്നെ ടങ്ക് എന്ന് പറഞ്ഞൊരു പുതുമുഖമുണ്ട്. അതുപോലെ തന്നെ ഓവർട്ടനുണ്ട്. സോ ഒരു ഇൻഎക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ബോളിംഗ് ലൈനപ്പ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു. അത് ഇച്ചിരിയെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളത് ക്രിസ് വോക്സിനാണ്. സോ വോക്സിനെ മനോഹരമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ ഇന്ത്യൻ ടീമിന് കഴിഞ്ഞാൽ സോ ഇന്ത്യക്ക് ഈ ടെസ്റ്റിൽ ആധിപത്യം കാഴ്ചവെക്കാൻ കഴിയും. ഫസ്റ്റ് ടെസ്റ്റ് ഞാൻ നോക്കി കാണുന്നത് ഇന്ത്യയുടെ ബാറ്റർമാർ, പ്രത്യേകിച്ച് ടോപ്പ് ഓർഡർ എങ്ങനെയായിരിക്കും ഇംഗ്ലണ്ടിൻ്റെ ഇൻഎക്സ്പീരിയൻസ് ആയിട്ടുള്ള ബോളിംഗ് ലൈനപ്പിനെ കളിക്കുന്നത്, അറ്റാക്ക് ചെയ്യുന്നത്. അതനുസരിച്ചായിരിക്കും ഇന്ത്യയുടെ വിജയം എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. 20-ാം തീയതി മത്സരം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മത്സരം തന്നെ നമുക്ക് കാണാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. നോക്കുവാണെങ്കിൽ 5 ടെസ്റ്റ് ഉണ്ട്. അതിൽ 2 മത്സരമെങ്കിലും ജയിക്കാൻ കഴിയുവാണെങ്കിൽ ശുഭ്മൻ ഗില്ലിൻ്റെ നേതൃത്വത്തിൽ അതൊരു വിജയം തന്നെ ആയിരിക്കും ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം. നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ ഇന്ത്യൻ ടീമിന് കഴിയട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു ഇന്ത്യൻ ടീമിന്.